CPIM-നെ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ഇഡി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് വരുത്തി തീർക്കാനും പ്രചരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. ഇ ഡി 2-3 കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. ഒന്ന്, വെളിപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് ഇല്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും നമുക്കറിയുന്നത് പോലെ അവിടെ ഗൗരവമുള്ള പണം, കുഴൽപ്പണം വെടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം 9 കോടിയിലധികം രൂപ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടി അതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിൽപ്പെട്ട് RSകാർക്കും BJPക്കാർക്കും നല്ല ബന്ധമുണ്ടെന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തി. അതും ഈ ഇ ഡി തന്നെ നടത്തിയിട്ടുള്ളതാണ്. രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം, അവർ തന്നെ സ്വന്തം പണം ഉണ്ടാക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക